നിങ്ങൾ സൂക്ഷ്മമായി ദിലീപിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദിലീപിന്റെ ഇതിലുള്ള പ്രശ്നം എന്താണ്. സൂക്ഷിച്ചു ദിലീപിനെ കൂട്ടണം എന്ന ദിലീപിന്റെ ആൾക്കാരാണ് ചെയ്തത്. ഷോൺ ജോർജ്, അനൂപിന്റെ ഫോണിൽ നിന്നൊക്കെ അത് കിട്ടിയത്. ഇവരെന്തിനായിരുന്നു ഇത് എങ്ങനെ അന്വേഷിക്കണം പണ്ട് കാര്യമില്ലല്ലോ. ഒരു പരാതി കൊടുക്കൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ ചതിച്ച ഓരോരുത്തരും നിങ്ങളൊന്നും പരിശോധിച്ചു. സിദ്ദിഖ്, മുകേഷ്, എനിക്കിപ്പോഴും പരിമിതിയാ. കാരണം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതേ സാധനം എതിർഭാഗം വക്കീല് ഹൈക്കോടതി പറയും ഇല്ലേ? അവരാണെങ്കിൽ എന്റെ ചുറ്റും ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. സേഫ്ഗാർഡ് എന്റർടൈൻമെന്റ്സ് അഡ്വക്കേറ്റ് TB മിനിയോടൊപ്പം ഉള്ള ചർച്ച പുരോഗമിക്കുകയാണ്. വിധി വന്ന സാഹചര്യത്തിൽ ഈ ചർച്ചയ്ക്ക് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. ഈ കേസിൽ ഇനി മേൽക്കോടതികളിലേക്ക് പോകുമ്പോൾ പ്രധാനപ്പെട്ട തടസ്സം കേസ് നടത്താനുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് ഒരു വായനയുണ്ട്. ഇല്ലല്ല, സർക്കാരല്ലേ നടത്തുന്നത്. അതെ, സർക്കാർ നടത്തുമ്പോ എന്താ അതിന് കാര്യം? പിന്നെ ഒറ്റ പെൺകുട്ടി അപ്പീല് കൊടുക്കുമ്പോ ആണ് വലിയ പ്രശ്നമുണ്ട്. രണ്ടു തരത്തിൽ ഇത് ചെയ്യാം. ശരിക്കും പറഞ്ഞ പ്രോസിക്യൂഷൻ തന്നെയാണ് അപ്പീല് പോകേണ്ടത്. ഈ പെൺകുട്ടി സാധാരണ വിക്ടിം പോകേണ്ട കാര്യം പ്രോസിക്യൂഷൻ പോയില്ലെങ്കിലാണ് വിക്ടിം പോകേണ്ടത്. ഈ വിക്ടിം തന്നെ പോകണമെന്ന് വിക്ടിമിന് താല്പര്യമുണ്ടെങ്കിൽ പോകാം. ഈ രാജ്യത്തെ ഈ ലോകത്തെ എത്രയോ മനുഷ്യർ എന്നെ വിളിച്ചു പറഞ്ഞു പൈസയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പൈസ കൊടുക്കാൻ തയ്യാറാണ്. എത്ര വലിയ സിംഗറായിട്ടുള്ള അഡ്വക്കേറ്റ് അവര് തയ്യാറാന്ന് പറയും. പിന്നെ ഇതിലങ്ങനെ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു കേസിന് വ്യത്യസ്തമായി, പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്ന വക്കീലിന് വ്യത്യസ്തമായി, അതിജീവിതയുടെ വക്കീലോ വിക്ടിമിന്റെ വക്കീലോ ഒരു കേസിലും പറയേണ്ട കാര്യമില്ല, പറയാൻ പാടില്ല, പറഞ്ഞാൽ കേസ് പോയി. അപ്പോ ഈ അതിജീവിത തന്നെ പറയുന്ന ഈ സമീപകാലത്ത് പറയുന്നത് കേട്ടിട്ടുള്ളത് നീതി ഒരുപോലെയല്ല. അതവര് പറഞ്ഞില്ലേ? കറക്റ്റ് അല്ലേ? നീതി ഒരുപോലെയല്ല. കറക്റ്റ്. അടുത്തത് ഹൈക്കോടതിയിലേക്ക് പോകുന്നതിന് ഭാരിച്ച ബുദ്ധിമുട്ടുകളുണ്ട് പലതരത്തിൽ. സാമ്പത്തികമായി നേരത്തെ പറഞ്ഞില്ല, ധാരാളം ബുദ്ധിമുട്ടുകൾ. അതിനെല്ലാം തരണം ചെയ്യും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ ഡിസിഷൻസ് ആണ്. അവർ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആണ്. അവരെ സംബന്ധിച്ച് അവർ കടന്നു വന്ന വഴികളിലൂടെയും സഞ്ചരിച്ച വഴികളിലൂടെ തന്നെയാണ് അവർക്ക് ആ ഒരു ധൈര്യം കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ കാണുന്നത്. നമുക്കൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുന്ന, ഞാൻ 4 വർഷമായി ഇങ്ങനെ അടുക്കളപ്പണി ചെയ്യുന്നു. പറഞ്ഞ അടുക്കളപ്പണി ഞാൻ വിശേഷിപ്പിക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ബാക്ക് ചെയ്യണം. എന്റെ ഓഫീസ് ആ നിലയിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അതുമായി ബന്ധപ്പെട്ട് നേരിടുകയാണ്. എനിക്ക് ഇനിയും കുറെ നാള് അങ്ങനെ നിൽക്കാൻ എനിക്ക് സാധ്യമല്ല. കാരണം അല്ലെങ്കിൽ ഓഫീസ് പോകുന്നവരുടെ. പക്ഷെ ഞാൻ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അസിസ്റ്റ് ചെയ്ത ഇന്ന് ആ കേസ് ഏറ്റെടുത്തിരിക്കുന്ന പ്രോസിക്യൂട്ടർ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോസിക്യൂട്ടറാണ്. ഈ പ്രോസിക്യൂട്ടറെ ഇതിൽ നിന്ന് മാറ്റാനും എന്നെ ഇതിൽ നിന്ന് മാറ്റാനും അനാവശ്യമായിട്ടുള്ള ഈ കഥകൾ നനഞ്ഞ് ഓരോ യൂട്യൂബ് ചാനലുകൾ, നിങ്ങളെപ്പോഴുള്ള എൻ്റെ അടുത്ത് അതിജീവിത പറഞ്ഞത് യൂട്യൂബ് ചാനലിൽ ഇനി ഇന്റർവ്യൂ കൊടുത്തതാണ്. പക്ഷെ നിങ്ങളുടെ ഒരു പരിതാപകരമായ എല്ലാ ദിവസവും വിളിച്ചു പോയി തരികയാണ്. മനസ്സിലായ? എന്താന്ന് വെച്ചാല് ഓരോരുത്തർക്കും ഓരോരോ ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്ക് നമുക്കറിയില്ലല്ലോ ആർക്കും എന്ത് ഇൻട്രസ്റ്റ് അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ കുട്ടി എന്റെ മകളെ എനിക്ക് എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. മേഡം ഇതുവരെ വിളിച്ചിട്ട് അത്രയും നമ്മൾ ഒരു അടുപ്പമുള്ള ആളാണ്. അത് നീതി കിട്ടുന്നത് വരെ നമ്മൾ വരില്ല. നമ്മൾ പുറകെ കാശ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്രൗഡ് ഫണ്ടിങ് നടത്തും. ക്രൗഡ് ഫണ്ടിങ് നടത്തി കഴിഞ്ഞാൽ ലോകത്തിന്റെ മുഴുവൻ ഭാഗത്തു നിന്നുള്ള മനുഷ്യര്. പക്ഷെ അവരതിന് സമ്മതിക്കുന്നു തോന്നുന്നില്ല. കാരണം അവർ ഭയങ്കര അഭിമാനിയാണ്, ഇന്റഗ്രിറ്റി ഉള്ള ഒരു ലേഡിയാണ്. അതല്ലാതെ ക്രൗഡ് ഫണ്ടിങ് കൊടുത്ത് ഞാൻ ചിലപ്പോ ചെയ്യും, പക്ഷെ അവരൊക്കെ ചെയ്യില്ല. ഇനിയിപ്പോ പുതിയ കഥാപാത്രങ്ങളൊക്കെ ഇതിന്റെ പുതിയൊരു കോൺസ്പിറസി കേസ് വന്നിട്ടുണ്ട്. ഇതിന്റെ ബന്ധപ്പെട്ട് പുതിയ സിനിമയിലെ ചില ആൾക്കാരെ വെച്ചിട്ട് അവരും ഈ അതിജീവിതങ്ങളെ ചേർന്ന് നടത്തിയ ഒരു ഡ്രാമയാണെന്ന് ഇന്നലെ ഒരു വെളിപ്പെടുത്തൽ ഇതിലൊരു പ്രതി നടത്തുന്നത്. അല്ല, ധൈര്യമുള്ളവർ
നമ്മൾ എന്താ ചെയ്യേണ്ട ഒരു കേസിൽ? നമുക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കണം. അത് ഈ ദിലീപും പറഞ്ഞിട്ടുണ്ട്, ചില ഒരു പരിധി കൊടുക്കും. അന്വേഷിക്കണം. ഇത് എങ്ങനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു പരാതി കൊടുക്കൂ, അതും അന്വേഷിക്കട്ടെ. അന്വേഷണം നടത്തിയിട്ടല്ലേ ഒരു കൃത്യമായ തെളിവ്. ഇപ്പൊ ഈ ജഡ്ജിമെന്റ് 4 ദിവസം മുന്നേ ദിലീപിന്റെ കയ്യിലെത്തി എന്നും പറഞ്ഞ് വാർത്ത വന്നു. അത് ഹൈക്കോടതി അസോസിയേഷനിലേക്ക് എത്തി, മുഴുവൻ ജഡ്ജിമാരുടെ കയ്യിലെത്തി. ഹൈക്കോടതി അസോസിയേഷന്റെ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസ് പരാതി കൊടുത്തു. അന്വേഷിക്കട്ടെ. വളരെ പൊതുവിൽ ആൾക്കാർക്ക് അറിയാത്തൊരു വിഷയമുണ്ട്. കാരണം ഇത് 2017 ഫെബ്രുവരി 17 സംഭവിച്ചത്. എനിക്ക് ഏത് സമയത്താണ് മാഡം ഈ കേസിലേക്ക് എൻട്രി ആവുന്നത്? ഞാൻ 2022 നമ്പറിക്കാട് കോടതിയിലെ ജസ്റ്റിസ് മാറിയപ്പോഴാണ്. ആ സമയത്താണ് ഞാൻ എൻ്റർ ആവുന്നത്. ആ കേസാണ് ഞാൻ 2022 സംഭവം നടന്ന് 5 വർഷം ആകുമ്പോഴാണ് ഈ കേസിൽ വരുന്നത്. അതിക്ക് മുന്നേ ഞാൻ അജിതയോടൊപ്പം തന്നെയാണ് നിരന്തരമായി ഞാൻ ചാനലുകളിൽ ചർച്ച, റിപ്പോർട്ടർ ചാനലിൽ എല്ലാ ദിവസവും കാണുന്നുണ്ടായിരുന്നു. അപ്പോ എന്നെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെയും സന്ധ്യ മേഡത്തിലേക്ക് ഉൾപ്പെടുത്തി ഫേക്ക് ആയിട്ടുള്ള ഒരു എന്തിനാ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ആ ഫേക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായി? ദിലീപിനെ കൂട്ടണം എന്ന ദിലീപിന്റെ ആൾക്കാരാണ് ചെയ്തത്. ഷോൺ ജോർജ്, അനൂപിന്റെ ഫോണിൽ നിന്നല്ല അത് കിട്ടിയത്. ഇവരെന്തിനായിരുന്നു അങ്ങനൊരു ഫേക്ക് അല്ല? എന്റെ നമ്പർ വേറെ, എന്റെ പേര് മാത്രം, എല്ലാവരുടെയും നമ്പറൊക്കെ വേറെ, പേര് മാത്രം. ഈ സന്ധ്യ മേഡത്തിന്റെ നമ്പർ വേറെ, പേര് മാത്രം സന്ധ്യ മേഡം. മനസ്സിലായ? അങ്ങനെ ഇട്ട് എന്തിനായിരുന്നു അവര് ഫേക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? എന്നൊക്കെ കാര്യം പറയട്ടെ. നിങ്ങൾ എത്ര സത്യത്തെ മൂടിവെക്കാൻ ശ്രമിച്ചാലും പ്രകൃതിയിൽ ഒരു സത്യമുണ്ട്. നിയമത്തിൽ ചില ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ടായേക്കാം. നിയമത്തിന് സംശയാതീതമായി തെളിയിച്ചാൽ മാത്രമേ ഒരു പ്രതി നമ്മുടെ കൺമുന്നിൽ കിടന്ന ഒരാളെ വെട്ടിക്കൊണ്ടു വിചാരിക്കും. അതിലും ലൂപ്പ് ഉണ്ടാവും. പ്രതി ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷെ പ്രപഞ്ചത്തിന്റെ സത്യത്തിൽ ആ പ്രതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങൾ സൂക്ഷ്മമായി ദിലീപിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദിലീപിന്റെ ഇതിലുള്ള പ്രശ്നം എന്താണ്. നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടാവും. കുറ്റം ചെയ്തവന്റെ ഭാവമാണ്. തീർച്ചയായും കുറ്റബോധത്തിന്റെ ഭാവമുണ്ട്. ഇത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. വിജയ് മല്യ കോടിക്കണക്കിന് രൂപ നമ്മളെ പറ്റിച്ച് ഇവിടെ നിന്ന് പോയി. എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ? നീരവ് മോദി കോടിക്കണക്കിന് രൂപയും കൊണ്ട് ബാങ്കിന് പറ്റിച്ചു പോയി. ബാങ്കിന്, നമ്മളെയല്ല, കാശിങ്ങനെ ബാങ്കിൽ നിന്ന് വലിച്ച് കേസ് നടത്താൻ പറ്റുന്ന ബാങ്കിനെ പറ്റിച്ചു പോയി. എന്തും ചെയ്യാൻ പറ്റും. പക്ഷേ സംഭവിക്കും. എല്ലാവരുടെയും കേസിൽ അങ്ങനെ സംഭവിക്കും. നിരവധി എക്സാമ്പിൾസ് ഞങ്ങൾക്ക് പറയാനുണ്ടാവും. നമുക്കൊന്നും സമയമില്ലല്ലോ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയെ ചതിച്ച ഓരോരുത്തരെ നിങ്ങളൊന്നും പരിശോധിച്ചു. സിദ്ദിഖ്, രജേഷ്, ഈ ഇൻസ്ട്രുമെന്റ് നശിപ്പിച്ച പ്രതീഷ് ചാക്കോ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ അന്വേഷിക്കാൻ അന്വേഷിക്കോളൂ. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നിയമവ്യവസ്ഥയ്ക്ക് നേരെ എതിരായിട്ട് നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ്. അതിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടാവും. ആ ലൂപ്പ് ഹോൾസ് എന്ന് വെച്ചാൽ ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൽ പ്രത്യേകിച്ച് കൂടുതലാണ്. സംശയാതീത ഇപ്പൊ പുതിയത് വരുന്നത് കുറച്ചുകൂടി ശക്തമാണ്. സംശയാതീതമായി തെളിയിക്കണം എന്ന് പറഞ്ഞാൽ സംശയത്തിന്റെ എന്തെങ്കിലും ഒരു കണികണ്ടാവും. ചിലപ്പോൾ 2 വിറ്റ്നസ് തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാവും. മനസ്സിലായ? 10 പറയുന്നില്ല എന്നെത്തിയാളും ചെയ്തിട്ടില്ല എന്നർത്ഥം. അയാൾക്കും അറിയണ്ടാവും അയാൾ ചെയ്തതല്ലേ. കുറ്റബോധം കൊണ്ട് തന്നെ ചില ആളുകൾക്ക് മാനസിക നിയമത്തെക്കാൾ നമുക്ക് പ്രകൃതിയിൽ വിശ്വസിച്ചാൽ മതി. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഡൈവേർട്ട് ചെയ്യരുത്. ഇതാണ് നിങ്ങളുടെ ഒരു കുഴപ്പം. ഞാൻ പറയുന്നത് നിയമത്തിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. നിയമത്തിന്റെ അപ്പർ കോടതിയിലാണ് ഇപ്പൊ പോകാൻ പോകുന്നത്. നിയമപരമായി തന്നെ നിങ്ങൾ പറയുന്നത് എനിക്ക് എന്ത് വിഷയിച്ചു നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നു.
നിങ്ങൾ വേറൊരു വക്കീലിനെയാണ് ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ അയാൾക്ക് ഇതൊക്കെ തുറന്ന് അതിജീവിതയോട് താല്പര്യമുള്ള വേറൊരു അഡ്വക്കേറ്റ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യും. അയാൾക്ക് ഇപ്പോ ഈ കോടതിയിൽ പുറത്തു വന്നിരിക്കുന്ന ഈ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് സംസാരിക്കുന്ന പരിമിതിയില്ല. എനിക്കിപ്പോഴും പരിമിതിയാണ്. കാരണം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതേ സാധനം എതിർഭാഗം വക്കീല് ഹൈക്കോടതി പറയും ഇല്ലേ? അവരാണെങ്കിൽ എന്റെ ചുറ്റും ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഒന്നും പറയാൻ ഞാൻ തയ്യാറല്ല. ഞങ്ങൾ കൊടുത്ത ആർഗ്യുമെന്റ് നോട്ടില്ല, 1-2 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മുഴുവൻ പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ ഈ നീതിയുടെ നിഷേധമാണ് എന്ന് പൊതുവെ ആൾക്കാർ ചിന്തിച്ചാൽ ഇത്തരം ഒരു അനുഭവം, കേസിന് സമാനമായ ഒരു അനുഭവം ഭാവിയിൽ ആർക്കെങ്കിലും ഉണ്ടായാൽ അവര് നിയമത്തെ സമീപിക്കാൻ മടിക്കില്ല എന്നാണ് തീർച്ചയായും. കാരണം ഈ വിധി അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ വിധി സുരനെല്ലി കേസിൽ, ആ കേസുള്ള സമയത്ത് ഞാൻ അതിന് ഫോളോ അപ്പ് ചെയ്തിരുന്നു. നമ്മുടെ സുഹൃത്തുക്കളാണ് അതിനകത്ത്. സുരനെല്ലി കേസിൽ ഹൈക്കോടതി ഒരു പരാമർശത്തോടുകൂടി ആ കുട്ടിക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ എന്ന പരാമർശത്തോടുകൂടി ആ കേസിൽ എല്ലാ പ്രതികളും മറുപടി കേരളം ഒന്നടങ്കം പ്രതിഷേധിച്ചു. സുപ്രീം കോടതി പോയപ്പോ സുപ്രീം കോടതി എന്ത് ചെയ്തു? ആ കേസ് വീണ്ടും ഹൈക്കോടതിയിലേക്ക് റിമാൻഡ് ചെയ്തു. വർഷങ്ങളാണ് നടന്നത് ആ കേസ്. ആരും ഉണ്ടായിരുന്നില്ല, അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കേസിൽ എല്ലാവരും ശിക്ഷിച്ചിട്ടുണ്ട്. വർഗീസ് എന്ന് പറഞ്ഞ ഒരു ML വെളിപ്പെടുത്തല് ലക്ഷ്മണ എന്ത് ചെയ്തു? ജയിലിൽ പോയി. സാധാരണക്കാരെ ഒരു സ്ത്രീ സ്ത്രീക്ക് ഇക്കാര്യത്തില് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നല്ലേ തെളിയിക്കുന്നതാണ്. അതായത് കോടതി പറയണത് പോലെ ആളുകൾ പറയുന്നതനുസരിച്ച്, ജനങ്ങൾ പറയുന്നതനുസരിച്ച് കോടതിക്ക് ആരെയും ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടാണ് നിർഭയ കേസിൽ സർക്കാർ അപ്പൊ തന്നെ ഒരു നിയമനിർമ്മാണം, പോക്സോ കേസ്, പോക്സോ ആക്ട് മറ്റും വന്നത്? അതായത് കോടതിയുടെ പരിമിതികൾ മനസ്സിലാക്കണം. കോടതി എന്ന് പറയുന്നത് പാർലമെന്റ് അല്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിലെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ കോടതിക്കുള്ളൂ. മനസ്സിലായോ? നിയമനിർമ്മാണ സഭയില. അപ്പോ ജനങ്ങൾക്ക് വേണ്ടി നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇവർ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. പരമമായ ലക്ഷ്യം ജനങ്ങളുടെ ക്ഷേമമാണ്, ജനങ്ങളുടെ സുരക്ഷിതത്വമാണ്. അപ്പോ കോടതികൾക്ക് അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഈ കേസിൽ അത് ഉണ്ടായിട്ടില്ല. അതെ, കേസിൽ നിയമനിർമ്മാണം ഓൾറെഡി ആവശ്യമില്ല. കാരണം ഇവിടെ കൃത്യമായ ശക്തമായ ഒരു നിയമമുണ്ട്. ആ നിയമത്തിന് ആ ഒരു സുരക്ഷ ഉണ്ടായി എന്നുള്ള ഫീല് 99% മനുഷ്യർക്കില്ല. ആ അവസ്ഥയാണ് ഭാവിയിൽ പരാതിപ്പെടാൻ മടിക്കുന്നതെന്നും അല്ലെ ഒരു കുറ്റവാളിക്ക് ധൈര്യം കേസിൽ പോണതാണ്. മധ്യായി നടന്ന് നമ്മുടെ വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു കടമത്ര കേസ് ജഗതി ശ്രീകുമാർ കുട്ടി നടന്ന അവസാനം കേസ് ഉപേക്ഷിച്ചു. അല്ല, പറ്റില്ല. സാധാരണ സ്ത്രീക്ക് എങ്ങനെ പറ്റും? അതെ, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മേഡം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ അതിജീവിതയ്ക്ക് നേരിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്യണമെങ്കിൽ അതിന് വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു കാര്യമാണ്. ഇന്ത്യ പോലെ സ്ഥിതിസമത്വമുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്ത് നീതിയുടെ അങ്ങേയറ്റത്തേക്ക് ഒരു സാധാരണ പൗരന് നടന്നെത്തണമെങ്കിൽ കയ്യിൽ കാശോടെ വേണം എന്നൊരവസ്ഥ. അതാണ് ഈ അവസ്ഥ പ്രധാനമായിട്ടും ഡെമോക്രാറ്റിക് കൺട്രിക്ക് അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന രാജ്യത്തിന് പറ്റിയല്ലോ. അതുകൊണ്ടാണ് ജുഡീഷ്യറി എപ്പോഴും ഇപ്പോ ഈ ശിക്ഷയെ എല്ലാ സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് കൊടുക്കാതെ ഈ കോൺസ്പിറസിക്കുള്ള കേസുകളിൽ കുറച്ചെങ്കിലും തെളിവുകൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാൻ ആലോചിച്ചിട്ടുണ്ട് മുൻപ് ഒരു 1872 എവിഡൻസ് ആക്ട് ആണല്ലോ ഇപ്പോഴും ഇതുവരെ ഉണ്ടായിരുന്നത്, ഈ പുതിയ നിയമം വരുന്നത് വരെ.
2024 വരെ ഈ കേസിൽ അതില്ല. അതില്ല. പക്ഷേ ഈ 1872 മുതൽ കുറെ കേസുകൾ നോക്കിയ 47 വരെ ഒരുപാട് കേസുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ലാഹോർ ആവട്ടെ, ലാഹോർ ഡൽഹി കേസാവട്ടെ, കപ്പാരി കേസാവട്ടെ, മീററ്റ് കോൺസ്പിറസി കേസാവട്ടെ, നമുക്ക് അറിയാവുന്ന ധാരാളം കേസുകൾ. എന്തിന് സൗമ്യ കേസില് ഈ പ്രതികള് 6 പേര് കുറ്റക്കാരെന്ന് കണ്ടെത്തിയില്ല. നമ്മുടെ ഈ കേസ് കൂട്ടബലാത്സംഗം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അമെന്റ്മെന്റ് പ്രകാരം മാക്സിമം പനിഷ്മെന്റ് കൊടുക്കണ്ടേ? BNS വരുമ്പോ BNS അല്ല, ഈ മറ്റേ കേസ് വന്നപ്പോ. അപ്പൊ എന്തുകൊണ്ട് സൗമ്യ കേസിൽ പ്രതി മരണം വരെ ജീവപര്യന്തത്തിൽ കിടക്കണ? പണ്ട് 14 വർഷം, പിന്നെ 20 വർഷം, ഇപ്പൊ മരണം വരെ ഇത്. എന്താ ഈ കേസിൽ കൊടുക്കാൻ? ഇവിടെ 20 വർഷമല്ലേ പരമാവധി? പരമാവധി അല്ല, ഇത് കൊടുത്തിരിക്കുന്ന പരമാവധി 20 വർഷമല്ലേ? എന്താ കൊടുക്കാൻ? അതെ, പണിഷ്മെന്റിന്റെ ഏറ്റവും മിനിമം ലെവലിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് സൊസൈറ്റിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം. ചില പ്രതികൾ കിട്ടു എന്ന് പറയുന്ന കാര്യത്തില് 2 പക്ഷം ഉണ്ട്, മറ്റേതിൽ ഒറ്റ പക്ഷവും ശിക്ഷിക്കപ്പെട്ടില്ല. എന്തുകൊണ്ട് മാക്സിമം പനിഷ്മെന്റ് കൊടുക്കില്ല? തെളിഞ്ഞല്ലോ. നിയമപരമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇത്രയും നേരം നമ്മളോടൊപ്പം ഈ കേസിനെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ച അഡ്വക്കേറ്റ് TB മിനിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടി, എല്ലാ അമ്മമാർക്കും, എല്ലാ സ്ത്രീകൾക്കും, മക്കൾക്കും വേണ്ടി അതിജീവിതകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും അതിജീവിതകൾക്കെല്ലാം നീതി ലഭ്യമാകട്ടെ എന്നും അതിയായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.